ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമുക്ക് സിമ്പിളായിട്ട് മുടി സോഫ്റ്റും നല്ല തിളക്കത്തോടു കൂടിയും നല്ല കറുപ്പ് കളറും തോന്നിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ആദ്യം മുടിയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുവാണ്. ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എണ്ണ തേക്കുന്നത്. പിന്നെ നമ്മളുടെ മുടിയിൽ എത്ര എണ്ണയുണ്ടോ കുറച്ചുകൂടി ഒത്തിരി ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ ഒരുപാട് കൂട്ടിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡ്രൈനെസ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ തേക്കുന്നത് റീസെൻ്റ് ആയിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ട് കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഈ പാക്കിൽ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതിൽ ഒന്ന് വന്നിട്ട് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ ഞാൻ ഇന്നലെ പറിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്നലെ ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ച സാധനമില്ലേ, പച്ചഞ്ഞെടുപ്പ്, അത് കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. നല്ല ചെമ്പരത്തിപ്പൂ ആണെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊരു 10-25 ചെമ്പരത്തിപ്പൂവുണ്ട്. അപ്പോൾ അത് ഞാൻ നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇതിൻ്റെ പൂമ്പൊടിയൊന്നും കളയേണ്ടതായിട്ടൊന്നുമില്ല. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് അത് കളയണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തിപ്പൂ തേക്കുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ഒരു ഇടത്തരം ലീഫാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ എടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ തേങ്ങാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണേൽ തലയിൽ തേക്കാൻ. ചെമ്പരത്തിപ്പൂവാണ് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് കഴുകി കളയാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അരിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പം എൻ്റെ നല്ല ഫൈനായിട്ട് അരഞ്ഞത് കൊണ്ട് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നില്ല. പകരം നേരിട്ട് തലയിൽ തേക്കാനായിട്ട് പോവാണേ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി നമ്മളത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ആ പാക്ക് പ്രോപ്പറായിട്ട് മുടിയിൽ കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നന്നായിട്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ അരിക്കാതെയാണ് തേക്കുന്നത്. തേച്ചിട്ട് കഴുകി കളയുമ്പോൾ ഞാൻ ബക്കറ്റ് വാഷ് ചെയ്തിട്ടായിരിക്കും കഴുകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് ബക്കറ്റ് വാഷ് ആ വെള്ളത്തിലിട്ട് ഒലയ്ക്കുമ്പോൾ പൊടികളെല്ലാം തന്നെ പോകും. അതുകൊണ്ടാണ് ബക്കറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുക്കാൻ പറ്റുന്നവർ അരിച്ചെടുക്കുക. അല്ലാതെ തേക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് കഴുകി കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് തലയിൽ മൊത്തമായിട്ട് തേച്ചിട്ടുണ്ട്. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തേച്ചു. ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയണം. ചെമ്പരത്തിപ്പൂവും തൈരും ആയതുകൊണ്ട് അധികം നമുക്കിങ്ങനെ തണുപ്പിറങ്ങുക, നീരിറങ്ങുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, മാക്സിമം പോയാൽ അരമണിക്കൂർ. അതിനിപ്പുറം നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഇത് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റ് വാഷൊക്കെ ചെയ്ത് കളയേണ്ടി വരും. കാരണം ചെമ്പരത്തിപ്പൂ ആയതുകൊണ്ട് തന്നെ മുടിയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി കളയുക. ആഴ്ചയിൽ ഒരു 2 തവണ ഈ രീതിയിൽ പാക്ക് തയ്യാറാക്കി തലയിൽ തേച്ച് കൊടുക്കുന്നത്, നന്നായി കഴുകി കളയുന്നതും നിങ്ങളുടെ മുടിക്ക് തിളക്കൂട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും. മുടി സോഫ്റ്റ് ആവാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ടൊക്കെ ഈ പാക്ക് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം. താങ്ക് യു.